നമസ്കാരം, പ്രവാസികളിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ തീർമേശയിൽ കാശ്മീർ ആപ്പിളിലെത്തും. നവംബർ മാസം മുതൽ കാശ്മീർ ആപ്പിൾ ഒമാനിലെ വിപണികൾ കീഴടക്കും. കാശ്മീരിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനായി ലുലു ഗ്രൂപ്പ് ഉണ്ടാക്കിയ കരാറിലാണ് കാശ്മീർ ആപ്പിൾ ഒമാനിലെ വിപണിയിലെത്തുന്നത്. വാർത്തയിലേക്ക്. ആർട്ടിക്കിൾ 370, 35A എന്നിവ റദ്ദാക്കിയതിനെ തുടർന്ന് വാണിജ്യ രംഗത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാശ്മീരിന്റെ വ്യാപാര വ്യവസായ മേഖലയിൽ ഒരു വൻ വളർച്ചയ്ക്ക് സാധ്യത തുറക്കുമെന്നാണ് ലുലു ഗ്രൂപ്പ് മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ എന്നത്. കൂടാതെ ഇന്ത്യയിലേക്ക് കൂടുതൽ വിദേശ നാണയം എത്തിക്കുവാനും ഇത് സഹായകമാകും. ആർട്ടിക്കിൾ 370, 35A നിലനിന്നിരുന്നപ്പോൾ വ്യവസായികൾക്ക് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് പോലെ കാശ്മീരിൽ യഥേഷ്ടം പ്രവർത്തിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീരിൽ നൽകിയ പ്രത്യേക പദവി നരേന്ദ്രമോദി റദ്ദാക്കിയത് വ്യാപാര വ്യവസായ രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായിരുന്നു പ്രതീക്ഷയും. ഇത് 2019 ഒക്ടോബർ 31 മുതൽ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയുന്നത്. ഏതൊരു വ്യവസായ സംരംഭകർക്കും യൂണിയൻ ഓഫ് ഇന്ത്യ, അതായത് ഭാരത് സർക്കാർ അനുശാസിക്കുന്ന വാണിജ്യ നിയമങ്ങൾക്കനുസൃതമായി ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഇനി മുതൽ സാധിക്കും. 2019 ഓഗസ്റ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി കാശ്മീരിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും ശ്രീനഗറിൽ തടസ്സമില്ലാതെ വിതരണത്തിനായി ഒരു ലോജിസ്റ്റിക് ഹബ് സ്ഥാപിക്കുന്നതിനും സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. യൂസഫ് അലിയുടെ നീക്കത്തെ മോദി അന്ന് സ്വാഗതം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഒമാനിലേക്ക് ലുലു ഗ്രൂപ്പ് ആപ്പിൾ വാങ്ങി തുടങ്ങുന്നത് എന്നോർക്കണം. കാശ്മീരിൽ നിന്നുള്ള ആദ്യ കയറ്റുമതി എന്ന നിലയിൽ 200 ടൺ ആപ്പിൾ ഇതിനകം തന്നെ കയറ്റി അയച്ചതായാണ് റിപ്പോർട്ട്. കാശ്മീരിലെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ ജനപ്രിയമാക്കുന്നതിന്റെ ഭാഗമായി ഉടൻ തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ കാശ്മീർ പ്രൊമോഷൻ വാരം സംഘടിപ്പിക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം ഇപ്പോൾ കാശ്മീരിൽ 3.87 ലക്ഷം ഹെക്ടറിൽ ആപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് പ്രതിവർഷം 8000 കോടി ഇന്ത്യൻ രൂപ നേടിത്തരുന്നതിനോടൊപ്പം 7 ലക്ഷം കുടുംബങ്ങൾക്ക് ജീവിത ഉപാധിയായി മാറുകയും ചെയ്യുന്നതിൽ സംശയമില്ല. കാശ്മീരിൽ പ്രോസസിംഗ് പ്ലാന്റുകളും കോൾഡ് സ്റ്റോറേജുകളും സ്ഥാപിച്ചാൽ വിറ്റ് വരവ് വളരെ കൂടുതലാകുമെന്നും വിദഗ്ധർ വിലയിരുത്തുകയും ചെയ്യുന്നു. ആപ്പിളിന് പുറമെ കാശ്മീരിൽ നിന്ന് അരി, വാൾനട്ട്, പഴവർഗ്ഗങ്ങൾ, കുങ്കുമം, മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ലുലു ഗ്രൂപ്പ് നടപടികൾ ആരംഭിച്ചതായാണ് ലഭിക്കുന്ന വിവരം. ആർട്ടിക്കിൾ 370 നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഇപ്പോൾ റദ്ദാക്കിയതിനു ശേഷം തീവ്രവാദികൾ ആപ്പിൾ കർഷകരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഭാഗികമായി മറ്റ് തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ടും താഴ്വരകളിൽ നിന്ന് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ആപ്പിളും പീച്ചുകളും വിതരണം ചെയ്യുന്നത് ഇരട്ടിയായി മാറി. ജമ്മു കാശ്മീരിൽ ഓരോ വർഷവും 19 ലക്ഷം മെട്രിക് ടൺ ആപ്പിളുകളാണ് ഉൽപ്പാദിച്ചു വരുന്നത്. ഇത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിളിന്റെ 80% വർധനമാണ്. ലോകത്തിൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ നിരയിൽ ഇന്ത്യക്ക് 5ാമത്തെ സ്ഥാനമാണുള്ളത്. കാശ്മീരിന്റെ പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 നിലനിന്നിരുന്ന കാലത്ത് ഇനി പ്രവാസികളുടെ തീൻമേശയിലും കാശ്മീർ ആപ്പിൾ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.